നമ്മുടെ നിക്ഷേപം അത് ചെറുതായാലും വലുതായാലും സുരക്ഷിതമായിരിക്കണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ വിവിധ സുരക്ഷിത പദ്ധതികൾ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം ഇരട്ടിയാക്കണമെങ്കിൽ അതിനൊരു സർക്കാർ സ്കീമുണ്ട്. പ്രതിമാസം സ്ഥിരമായ ഒരു വരുമാനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുവേണ്ടിയും ഒരു സർക്കാർ സ്കീമുണ്ട്. നിങ്ങളൊരു മുതിർന്ന പൗരനാണ്. റിട്ടയർമെന്റിന് ശേഷവും നിങ്ങളുടെ പണം സുരക്ഷിതമായിരിക്കാനും അതിൽ നിന്ന് റിട്ടേൺ ലഭിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയും ഒരു സർക്കാർ സ്കീമുണ്ട്. നിങ്ങളുടെ പെൺകുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാനും മികച്ച റിട്ടേൺ ലഭിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും സ്കീമുണ്ട്. ദീർഘകാല നിക്ഷേപമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുവേണ്ടിയും സർക്കാർ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്കീം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോയിൽ ഒന്നും രണ്ടുമല്ല 7 സർക്കാർ സ്കീമുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓരോ സ്കീമിനെ കുറിച്ചും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആര് തന്നെയായാലും വെറും 1000 രൂപ നിക്ഷേപിച്ചാലും ആ ഒരു പണം സുരക്ഷിതമായിരിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പലരും ബാങ്ക് എഫ്ഡിയിൽ നിക്ഷേപിക്കുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. നമ്മളുടെ പ്രിൻസിപ്പൽ എമൗണ്ടും സേഫ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മികച്ച റിട്ടേണും ലഭിക്കുന്നു. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാങ്ക് എഫ്ഡികളെക്കാളും മികച്ച റിട്ടേൺ ലഭിക്കുന്ന സർക്കാർ പിന്തുണയോടുകൂടിയ വിവിധ സേവിംഗ് സ്കീംസിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പണം ഇരട്ടിയാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു സർക്കാർ സ്കീമുണ്ട്. ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അത് തന്നെയാണ് കിസാൻ വികാസ് പത്ര. പണം ഇരട്ടിയാക്കി തരാം എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള തട്ടിപ്പുകളും നമ്മൾ കാണുന്നുണ്ട്. പലരും അതിൽ പെട്ടുപോയിട്ടുമുണ്ട്. പക്ഷേ സർക്കാർ പിന്തുണയോടുകൂടെ സുരക്ഷിതമായ ഒരു പദ്ധതിയാണ് കിസാൻ വികാസ് പത്ര. ഇതിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം എത്രയാണോ അതിന്റെ ഇരട്ടി നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഈ ഒരു സ്കീം ഓപ്പൺ ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ഓഫീസിലാണ് പോകേണ്ടത്. ഇന്ന് പറയാൻ പോകുന്ന ഓരോ പദ്ധതിയും പോസ്റ്റ് ഓഫീസിലൂടെയാണ് നമുക്ക് ആരംഭിക്കാൻ സാധിക്കുന്നത്. നമ്മൾ നിക്ഷേപിക്കുന്ന തുകയുടെ നിക്ഷേപ കാലാവധി 9 വർഷവും 7 മാസവുമാണ്. അതായത് 115 മാസം. ഈ ഒരു കാലയളവിൽ നമ്മളുടെ തുക നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഇരട്ടി നമുക്ക് നേടാൻ സാധിക്കും. നമ്മൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് നമുക്ക് 7.5% പലിശയും നേടാൻ സാധിക്കും. അതുപോലെ തന്നെ വർഷത്തിലൊരിക്കൽ കോമ്പൗണ്ടിങ്ങും ചെയ്യപ്പെടുന്നു. അതായത് ഓരോ വർഷവും നമുക്ക് ലഭിക്കുന്ന പലിശ ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ടിൽ ചേർക്കപ്പെടുകയും ആ ഒരു തുകയ്ക്ക് വീണ്ടും നമുക്ക് പലിശ ലഭിക്കുകയും ചെയ്യുന്നു. ഇനി ഞാൻ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് വളരെ ലളിതമായി പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ 5 ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ നേടാൻ സാധിക്കും. നിങ്ങളിപ്പോൾ 10 ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 20 ലക്ഷം രൂപ നേടാൻ സാധിക്കും. നിങ്ങളിപ്പോൾ 50 ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ 115 മാസത്തിന് ശേഷം നിങ്ങൾക്ക് 1 കോടി രൂപ നേടാൻ സാധിക്കും. ഈ ഒരു പദ്ധതിയിൽ മിനിമം നിക്ഷേപം 1000 രൂപയാണ്. ലോക്ക് ഇൻ പീരീഡ് ആയി ഏകദേശം 10 വർഷമാണ് നമ്മൾ കണക്കാക്കുന്നത്. ആ ഒരു കാലാവധി ഞാൻ പറഞ്ഞു, 9 വർഷവും 7 മാസവും ഏകദേശം 10 വർഷത്തോളം നമ്മളുടെ ആ ഒരു തുക ലോക്ക് ഇൻ പീരീഡിലായിരിക്കും. ഇൻ കേസ് നമ്മൾക്ക് എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ 2.5 അതായത് 2.5 വർഷത്തിന് ശേഷം നമുക്ക് പിഴയോടുകൂടി നമ്മളുടെ തുക പിൻവലിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ടാക്സ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ലഭിക്കുന്ന പലിശ നിങ്ങളുടെ വരുമാനത്തോട് ചേർന്ന് വരുമാന നികുതി സ്ലാബ് പ്രകാരം നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. നമുക്ക് ഒരു ഉറപ്പുമില്ലാത്ത പ്രൈവറ്റ് കമ്പനികൾ നൽകുന്ന ആ ഒരു ഷോർട്ട് കട്ടിൽ ഒന്നും തന്നെ വീഴാതെ സർക്കാർ പിന്തുണയോടുകൂടി വിശ്വസനീയമായ ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും മികച്ചൊരു ഓപ്ഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ പദ്ധതി എന്താണെന്ന് നോക്കാം. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം. നിങ്ങളുടെ നിക്ഷേപത്തിൽ നിന്ന് ഓരോ മാസവും സ്ഥിരമായ വരുമാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പദ്ധതി മികച്ചൊരു ഓപ്ഷൻ ആണ്. ഈ ഒരു പദ്ധതിയുടെ ലോക്ക് ഇൻ പീരീഡ് 5 വർഷമാണ്. ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു തുകയ്ക്ക് 7.4% ഇൻട്രസ്റ്റ് റേറ്റ് ലഭിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എത്ര രൂപയാണോ നിക്ഷേപിച്ചത് ആ ഒരു തുകയുടെ പലിശ ആ ഒരു മന്ത്ലി ഇൻകമായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്യുന്നു. ഇനി ഞാൻ ഈ ഒരു സ്കീം എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്ന് ലളിതമായി പറഞ്ഞു
പറഞ്ഞു തരാം. നിങ്ങൾ 1 ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ മാസം 617 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നു. 60 മാസം മൊത്തം പലിശ 37,000 രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ ഒരു പദ്ധതിയിലേക്ക് നമ്മൾ 5 വർഷത്തേക്കാണ് നിക്ഷേപിക്കേണ്ടത്. 5 വർഷത്തിന് ശേഷം നമ്മൾ എത്ര രൂപയാണോ നിക്ഷേപിച്ചത് ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് തിരികെ ലഭിക്കുകയും ചെയ്യുന്നു. ഇൻ കേസ് നിങ്ങൾ 3 ലക്ഷമാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ പ്രതിമാസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 1,850 രൂപ ക്രെഡിറ്റ് ആകുന്നു. 1.11 ലക്ഷം രൂപ പലിശയായി നേടാം. ഇൻ കേസ് നിങ്ങൾ 5 ലക്ഷം രൂപയാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതെങ്കിൽ പ്രതിമാസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നത് 3,833 രൂപയാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ പ്രതിമാസം ക്രെഡിറ്റ് ആകുന്നത്. 1.84 ലക്ഷം രൂപയാണ് പലിശയായി നേടുന്നത്. ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾക്ക് മിനിമം 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. മാക്സിമം ആയി നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 9 ലക്ഷം രൂപ വരെയും, ജോയിന്റ് അക്കൗണ്ട് ആയിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 15 ലക്ഷം രൂപ വരെയും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ 9 ലക്ഷം രൂപ ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 5,550 രൂപയാണ് ക്രെഡിറ്റ് ആകുന്നത്. ജോയിന്റ് അക്കൗണ്ടിലൂടെ 15 ലക്ഷം രൂപയാണ് നിങ്ങൾ നിക്ഷേപിച്ചതെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം 9,250 രൂപയാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നത്. അതായത് പലിശയായി ലഭിക്കുന്നത് 5.55 ലക്ഷം രൂപയാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു 5 വർഷം വരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല, ഇൻ കേസ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും എനിക്ക് എമർജൻസി ആയി ആ ഒരു പണം പിൻവലിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യുമെന്നായിരിക്കും. നിങ്ങൾ ആദ്യത്തെ 1 വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിലോ ഈ ഒരു പണം പിൻവലിക്കുകയാണെങ്കിൽ 2% പിഴ നൽകി ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് പിൻവലിക്കാവുന്നതാണ്. 3 വർഷത്തിനും 5 വർഷത്തിനും ഉള്ളിലാണ് നിങ്ങൾ ഈ ഒരു തുക പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, എന്തെങ്കിലും എമർജൻസി വന്ന് നിങ്ങൾ ആ ഒരു തുക പിൻവലിക്കുന്നത് ഈ ഒരു കാലയളവിലാണെങ്കിൽ നിങ്ങൾക്ക് 1% പിഴ നൽകേണ്ടി വരും. മൂന്നാമത്തെ പദ്ധതിയാണ് പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള സുകന്യ സമൃദ്ധി യോജന. നമ്മൾ ഓൾറെഡി ഈ ഒരു സ്കീമിനെ കുറിച്ച് വളരെ വ്യക്തമായി ഒരു മുഴുവൻ വീഡിയോ തന്നെ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഈ ഒരു 2026ലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഇപ്പോഴും ഇത്തരത്തിൽ ഈ ഒരു ഗവൺമെന്റ് സ്കീംസ് ഒന്നും തന്നെ ഉപയോഗിക്കാത്തവർക്ക് വേണ്ടിയാണ് 7 തരത്തിലുള്ള ഈ ഒരു സർക്കാർ പദ്ധതികളെ കുറിച്ച് പറയുന്നത്. ഇതിലെ എല്ലാ പദ്ധതികളും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി എനിക്ക് എടുത്തു പറയാൻ സാധിക്കുന്നതാണ് സുകന്യ സമൃദ്ധി യോജന. അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ വ്യക്തമായി പറഞ്ഞു തരാം. നമ്മളുടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഭാവിയിലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക്, വിവാഹം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി സർക്കാർ പിന്തുണയോടുകൂടിയുള്ള ഒരു സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. ബാങ്ക് വഴിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയോ നമുക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് വേണ്ടിയുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. 15 വർഷമാണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത്. ലോക്ക് ഇൻ പീരീഡ് 21 വർഷമാണ്. മിനിമം വർഷത്തിൽ 250 രൂപ മുതൽ മാക്സിമം വർഷത്തിൽ 1.5 ലക്ഷം രൂപ വരെ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കും. ആ ഒരു പെൺകുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് 50% വരെ ആ ഒരു തുക പിൻവലിക്കാൻ സാധിക്കും. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു പദ്ധതിയിലെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 8.2% ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ലഭിക്കുന്ന ടാക്സ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രിപ്പിൾ ടാക്സ് ബെനിഫിറ്റ് ആണ് ഇവിടെ ലഭിക്കുന്നത്. ATC ടാക്സ് കട്ട്, അതുപോലെ തന്നെ ലഭിക്കുന്ന പലിശയ്ക്ക് ടാക്സ് കട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന മെച്യൂരിറ്റി തുകയ്ക്കും നമ്മൾ ടാക്സ് ഒന്നും തന്നെ നൽകേണ്ടതില്ല, അതും ടാക്സ് ഫ്രീ ആണ്. ഇനി ഞാൻ സിമ്പിൾ ആയി ഒരു ഉദാഹരണത്തിലൂടെ ഈ ഒരു സ്കീം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. 5,000 രൂപയാണ് നിങ്ങൾ പ്രതിമാസം നിക്ഷേപിക്കുന്നതെങ്കിൽ ഈ ഒരു കാലയളവിൽ ടോട്ടൽ നിക്ഷേപമായി വരുന്നത് 9 ലക്ഷം രൂപയാണ്. പക്ഷേ മെച്യൂരിറ്റി എമൗണ്ട് ആയി നമുക്ക് ലഭിക്കുന്നത് 28.27 ലക്ഷം രൂപയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ആ ഒരു തുക നിക്ഷേപിച്ചപ്പോൾ എത്ര വലിയ തുകയാണ് നമുക്ക് റിട്ടേൺ ആയി ലഭിച്ചതെന്ന്. ദിവസം തോറും നിങ്ങൾ 100 രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ ടോട്ടൽ നിക്ഷേപം 5.5 ലക്ഷം രൂപയാണ് വരുന്നത്. പക്ഷെ നമുക്ക് ലഭിക്കുന്നത് 18 ലക്ഷം രൂപയായാണ്. ഇനി വർഷത്തിൽ 1.5 ലക്ഷം രൂപയാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ ടോട്ടൽ നമ്മൾ നിക്ഷേപിക്കുന്നത് 22.5 ലക്ഷം രൂപയാണ്. പക്ഷെ നമുക്ക് അവസാനം ലഭിക്കുന്ന ആ ഒരു തുക 71.82 ലക്ഷം രൂപയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സുകന്യ സമൃദ്ധി യോജന ആ ഒരു സ്കീം എങ്ങനെയാണ് വർക്ക് ആകുന്നത്, എത്രയാണ് കാലയളവ്, എത്ര രൂപ വരെ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമുക്ക് അടുത്ത സ്കീമിലേക്ക് കടക്കാം. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. 60 വയസ്സിന് മുകളിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് സുരക്ഷിതവും മികച്ച റിട്ടേണും ലഭിക്കുന്ന ഒരു സ്കീമാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. ഈ ഒരു പദ്ധതിയിൽ പലിശയായി നമുക്ക് ലഭിക്കുന്നത് 8.2%. അതുപോലെ തന്നെ ലോക്ക് ഇൻ പീരീഡ് വരുന്നത് 5 വർഷമാണ്. ആ ഒരു പലിശയായി ലഭിക്കുന്ന തുക 3 മാസത്തിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ 5 ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നത്
നിക്ഷേപിക്കുന്നതെങ്കിൽ ക്വാർട്ടർലി നമ്മളുടെ അക്കൗണ്ടിലേക്ക് പലിശയായി ലഭിക്കുന്ന തുക 15,250 രൂപയാണ്. 10 ലക്ഷം രൂപയാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ ക്വാർട്ടർലി നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്ന ആ ഒരു പലിശ തുക 20,500 രൂപയാണ്. 30 ലക്ഷം രൂപ വരെയാണ് നമുക്ക് മാക്സിമം ഈ ഒരു പദ്ധതിയിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. 30 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്വാർട്ടർലി നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്ന തുക 61,000 രൂപയാണ്. ഈ ഒരു പദ്ധതിയുടെ സ്പെഷ്യാലിറ്റിയെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് 5 വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം 12 ലക്ഷം രൂപ നമുക്ക് പലിശയായി ലഭിക്കുന്നു. പ്ലസ് നമ്മൾ എത്ര രൂപയാണോ നിക്ഷേപിച്ചത് ആ ഒരു തുകയും നമുക്ക് തിരികെ ലഭിക്കുന്നു. ഇൻ കേസ് നമുക്ക് നേരത്തെ ആ ഒരു തുക എന്തെങ്കിലും എമർജൻസി ആവശ്യങ്ങൾക്കായി പിൻവലിക്കേണ്ടി വന്നാൽ നമുക്ക് കുറച്ച് പെനാൾട്ടി നൽകി ആ ഒരു തുക പിൻവലിക്കാവുന്നതാണ്. ആദ്യ 2 വർഷത്തിനുള്ളിലാണ് നിങ്ങൾ പിൻവലിക്കുന്നതെങ്കിൽ 1.5% പെനാൾട്ടി നൽകേണ്ടി വരും. 2 വർഷത്തിനും 5 വർഷത്തിനും ഇടയിലാണെങ്കിൽ നമ്മൾ 1% പിഴ നൽകേണ്ടി വരും. ഇനി നമുക്ക് അടുത്ത സ്കീമിലേക്ക് കടക്കാം. നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്. ഈ ഒരു സ്കീമിന്റെ ലോക്ക് ഇൻ പീരീഡ് 5 വർഷമാണ്. ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 7.7% 7.7% വാർഷിക കോമ്പൗണ്ട് ആണ്. ഇതിന് മാക്സിമം ലിമിറ്റ് ഒന്നുമില്ല. നമുക്ക് എത്ര രൂപ വരെ വേണമെങ്കിലും നിക്ഷേപിക്കാം. അതുപോലെ തന്നെ ATC ടാക്സ് ബെനിഫിറ്റും നമുക്ക് നേടാൻ സാധിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രീ മെച്യൂർ വിഡ്രോവൽ ഒന്നും തന്നെ നമുക്ക് സാധ്യമല്ല. മറ്റ് പദ്ധതികളിൽ നമ്മൾ 1% അല്ലെങ്കിൽ 1.5% പിഴ നൽകി ആ ഒരു തുക പിൻവലിക്കാൻ സാധിക്കും. ഇവിടെ അതൊന്നും തന്നെ സാധ്യമല്ല. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ 10,000 ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 5 വർഷത്തിന് ശേഷം നമുക്ക് 14,490 രൂപയായി തിരികെ ലഭിക്കുന്നു. ഇങ്ങനെയാണ് ഈ ഒരു പദ്ധതിയിൽ ആ ഒരു തുക വർക്ക് ആവുന്നത്. 6ാമത്തെ പദ്ധതിയാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്കാണ് ഈ ഒരു പദ്ധതി വളരെ ബെനിഫിറ്റ്സ് നൽകുന്നത്. ഈ ഒരു പദ്ധതിയിൽ പലിശ നിരക്ക് 7.1%. ലോക്ക് ഇൻ പീരീഡ് 15 വർഷമാണ്. സർക്കാർ പിന്തുണയുള്ള ഒരു പദ്ധതിയാണിത്. നമുക്ക് ലഭിക്കുന്ന റിട്ടേൺസ് ടാക്സ് ഫ്രീ ആണ്. അത് നമുക്കൊരു ബെനിഫിറ്റ് ആയി പ്രത്യേകം എടുത്തു പറയാൻ സാധിക്കും. ഒരു വർഷത്തിൽ 60,000 രൂപ ഈ ഒരു പദ്ധതിയിലൂടെ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾ ടോട്ടൽ നിക്ഷേപിച്ച തുക 9 ലക്ഷം രൂപയാണ്. പക്ഷെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത് 16.27 ലക്ഷം രൂപയാണ്. ഇനി നമുക്ക് 7ാമത്തെ പദ്ധതിയായ ടൈം ഡെപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസ് FD എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഷോർട്ട് ടേം ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇതൊരു ഉത്തമമായ സ്കീമാണ്. നിങ്ങൾ 1 വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 6.9% പലിശ നേടാൻ സാധിക്കും. നിങ്ങൾ 2 വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 7% പലിശ ലഭിക്കും. 3 വർഷത്തിനാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 7.1% പലിശ ലഭിക്കും. 5 വർഷത്തേക്കാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ 7.5% പലിശ ലഭിക്കും. അതുപോലെ തന്നെ ATC പ്രകാരം ടാക്സ് ബെനിഫിറ്റും നേടാൻ സാധിക്കും. അതുപോലെ തന്നെ ക്വാർട്ടർലി കോമ്പൗണ്ടിങ്ങും നിങ്ങൾക്ക് അധിക ബെനിഫിറ്റും ഈ ഒരു സ്കീമിലൂടെ നേടാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ 7 സർക്കാർ സ്കീമുകളെ കുറിച്ച്, അതായത് നിങ്ങളുടെ പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കണമെങ്കിൽ അതിനൊരു സ്കീം, നിങ്ങളുടെ വാർദ്ധക്യകാലം സുരക്ഷിതമാക്കണമെങ്കിൽ അതിനൊരു സ്കീം, അതുപോലെ തന്നെ നിങ്ങൾ നൽകുന്ന പണം ഇരട്ടിയാക്കണമെങ്കിൽ അതിനൊരു സ്കീം എന്നിങ്ങനെ 7 തരത്തിലുള്ള സർക്കാർ പിന്തുണയോട് കൂടിയ വിശ്വസനീയമായ സ്കീമുകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 2026ലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനിയും നിങ്ങളുടെ നിക്ഷേപങ്ങൾ ആരംഭിച്ചിട്ടില്ലെങ്കിൽ ഇതൊരു ബെസ്റ്റ് ടൈമാണ്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സർക്കാർ പിന്തുണയോടുകൂടി ആരംഭിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. നമുക്ക് അതെല്ലാം ക്ലിയർ ചെയ്യാം. ഇനിയും ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതലായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും താഴെ കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അതിനെക്കുറിച്ചും വീഡിയോസ് ചെയ്യാവുന്നതാണ്. പിന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. Bosswala. Be the boss.